കെഎസ്ആർടിസി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ തർക്കം ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു. സംഭവം സച്ചിൻ ദേവ് എംഎൽഎക്കും കുടുംബത്തിനും ഒപ്പം സഞ്ചരിക്കവെയാണ് തർക്കമുണ്ടായത്. അപകടകരമായ രീതിയിൽ കെഎസ്ആർടിസി ഓടിച്ചതാണ് തർക്കത്തിനു കാരണം. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അമൽ തേനമ്പറമ്പിലോട് വിവരങ്ങളുമായി. അമൽ, ദൃശ്യങ്ങളിൽ നിന്ന് അത്യാവശ്യം വലിയ വാക്കുതർക്കം അവിടെ നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ കെഎസ്ആർടിസിയുടെ കാര്യം പറയുവാണെങ്കിൽ കെഎസ്ആർടിസിയുടെ അമിത വേഗത അത് എല്ലാ കാലവും ചർച്ചയാകുന്ന കാര്യമാണ്. നമ്മൾ തന്നെ അതിന് സാക്ഷികളാണ്. കെഎസ്ആർടിസിയുടെ ഈ അമിത വേഗത, ഈ സംഭവം എന്താണ് വാക്കുതർക്കത്തിന് കാരണമായത്? എന്താണ് ആര്യ രാജേന്ദ്രനെ പ്രകോപിപ്പിക്കാനുള്ള കാരണം? പിന്നെ പരാതി, നടപടി, അതിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ? സേതു, ഇന്നലെ രാത്രി 9:45-നും 10:15-നും ഇടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പട്ടത്തു നിന്നും പൂജപ്പുരയിലേക്ക് പോവുകയായിരുന്നു ആര്യയും ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് എംഎൽഎയും ഇവരുടെ മറ്റു കുടുംബാംഗങ്ങളും. അപ്പോൾ ഈ വാഹനം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് പ്ലാമൂട് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കെഎസ്ആർടിസി ബസ് അപകടകരമായ രീതിയിൽ എത്തി രണ്ട് വാഹനങ്ങളിൽ, ആര്യയുടെ വാഹനത്തിലും മറ്റ് രണ്ട് വാഹനങ്ങളിലും തട്ടുന്നതിന് സമാനമായി തന്നെയുള്ള അവസ്ഥയിൽ കടന്നുപോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് സിഗ്നലിലെത്തിയ സമയത്താണ് ഇവരിത് ചോദ്യം ചെയ്യുന്നത്. അതിനു മുൻപ് ആര്യ ഈ ഡ്രൈവറെ തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവർ അസഭ്യം കാണിച്ചുവെന്നും ശേഷം പുറത്തിറങ്ങി വന്ന് സംസാരിക്കുന്ന സമയത്ത് വളരെ മോശമായി പെരുമാറി എന്നുള്ളതുമാണ് പറയുന്നത്. അവിടെ നിന്ന് ആളുകളടക്കം ഇവർ എംഎൽഎ ആണ്, മേയറാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പോലും അവർ ഈ ഡ്രൈവർ അതൊന്നും കണക്കിലെടുത്തില്ല. ഇവരുമായി വലിയ തർക്കത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയുള്ള ആളുകൾ, പുറത്ത് കണ്ടുനിന്ന ആളുകൾ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളിലടക്കം കാര്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് എന്നും അത് ശേഖരിക്കുകയാണ് എന്നും ആണ് മേയറുടെ പ്രതികരണം. മേയറോട് വളരെ മോശമായാണ് ഈ ഡ്രൈവർ പെരുമാറിയത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സച്ചിൻ ദേവ് എംഎൽഎയോടും എംഎൽഎ ആണ് എന്ന് പറഞ്ഞതിന് ശേഷവും വലിയ പ്രകോപനപരമായ രീതിയിലാണ് ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ഇതനുസരിച്ച് ആര്യ ഇന്നലെ രാത്രി തന്നെ കേസ് കൊടുത്തിരുന്നു. ആ പരാതിയിൽ ഇതിനോടകം തന്നെ കണ്ടോൺമെൻറ് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 354A വകുപ്പ് പ്രകാരമാണ് കണ്ടോൺമെൻറ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ യദു എന്ന് പറയുന്ന ആളെ പ്രതി ആണ് ഈ കേസിലെ ഈ KSRTC ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ യദുവും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരാതിയിൽ നിലവിൽ എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല. പോലീസ് കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. CCTV പരിശോധിച്ചാൽ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകും എന്നുള്ളതാണ് മേയർ പ്രതികരിക്കുന്നത്. അമൽ, ഇത് ഏത് ഡിപ്പോയിലുള്ള വാഹനമാണ്? KSRTC അധികൃതർ ഈ ഡ്രൈവർക്കെതിരെ എന്തെങ്കിലും വിശദീകരണം ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിലവിൽ വകുപ്പ് തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി വിഷയത്തിൽ അല്ലെങ്കിൽ ഇടപെടലുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പോലീസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിയമ നടപടികൾ ഇപ്പോൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഈ കണ്ടോൺമെൻറ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഈ ആര്യ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ശേഷവും വളരെ പ്രകോപനപരമായി സംസാരിച്ചു. ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു സാധാരണ സ്ത്രീയോട് സംസാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി, ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് മേയർ വ്യക്തമാക്കുന്നത്. എന്തായാലും അതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് മേയറുടെ പരാതി. പോലീസ് വിഷയം വിശദമായി തന്നെ പരിശോധിക്കുന്നു. ആര്യ പറയുന്നത് ഈ കടന്നു പോകുന്ന വഴികളിൽ എത്രത്തോളം അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ എന്തുകൊണ്ടാണ് തങ്ങളിങ്ങനെ ഈ വാഹനം തടയേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ CCTV ദൃശ്യം പരിശോധിച്ചാൽ മതിയാകും. ആ കടന്നു പോകുന്ന വഴികളിൽ വലിയ തോതിൽ അപകടം ഉണ്ടാക്കും വിധത്തിലാണ് ഈ ഡ്രൈവർ വാഹനം ഓടിച്ചത്. അത് ചോദ്യം ചെയ്യുകയാണ് തങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഈ യദുവിൻ്റെതായി വന്നിരിക്കുന്ന വേഷൻ മേയറും അതോടൊപ്പം തന്നെ MLAയും ചേർന്ന് വാഹനം തടഞ്ഞിട്ട് തന്നോട് മോശമായി സംസാരിച്ചു എന്നുള്ളതാണ് ഈ യദുവിൻ്റെ ഭാഗം. അത് സംബന്ധിച്ച പരാതിയും അയാൾ നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് അതിൻ്റെ പ്രാഥമിക സംഭവങ്ങൾ പരിശോധിച്ച് വരികയാണ്.